ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഐക്ലിക്സ് മീഡിയ. ഐക്ലിക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ക്രിപ്റ്റോ ഉപയോഗിച്ച് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ഫുൾ വീഡിയോ ആണിത്, കണ്ടിന്യൂ ആണ്. നമ്മളിൽ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്നവർക്കറിയാം, ക്രിപ്റ്റോ നമ്മുടെ നാട്ടിൽ ക്രിപ്റ്റോ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ ക്രിപ്റ്റോ വെച്ചിട്ട് ATM നിന്ന് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഈ ഒരു ആപ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ക്രിപ്റ്റോ വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം, അതുപോലെ ATM നിന്ന് ഡയറക്റ്റ് ക്യാഷ് വിഡ്രോ ചെയ്യാം, അതിനൊക്കെ പറ്റുന്നൊരു ആപ്പാണ്. ഈ ആപ്പിൻ്റെ പേരാണ് Re.Pay. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അതുപോലെ നമുക്കിതിൻ്റെ ബിനാൻസിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ ഇതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ വിസ സർവീസാണ്, വിസയുടെ ലൈസൻസാണ് ഈ ആപ്പിനുള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കാർഡും വിസ കാർഡായിരിക്കും. ഈ ആപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് Re.Pay എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് $5 അതിനകത്ത് റിവാർഡ് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിൽ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ 2 ഓപ്ഷനുണ്ട്. ഒന്ന് വിർച്വൽ കാർഡും ഒന്ന് ഫിസിക്കൽ കാർഡും. വിർച്വൽ കാർഡ് വെച്ചാൽ നമുക്കിത് ആപ്പിൾ പേ, സാംസങ് പേ, അതുപോലെ ഗൂഗിൾ പേയിലൊക്കെ ആഡ് ചെയ്യാം. ഫിസിക്കൽ കാർഡാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ATM നിന്ന് ക്യാഷ് എടുക്കാനൊക്കെ ഫിസിക്കൽ കാർഡ് വേണം. അപ്പോൾ 2 കാർഡിനും 2 റേറ്റാണ്. വിർച്വൽ വിസ കാർഡിന് $5, ഫിസിക്കൽ കാർഡിന് $100 ഇതിൻ്റെ റേറ്റ്. പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിലിപ്പോൾ ഒരു ഓഫർ 50% ഓഫർ റൺ ചെയ്യുന്നുണ്ട്. അതായത് $10 വിർച്വൽ കാർഡിന് $5 അതുപോലെ $100 ഫിസിക്കൽ കാർഡിന് $50 നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ആ ഓഫറിൽ എടുക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്യാനെ കൊണ്ട് നമുക്ക് ബിനാൻസ് പേ യൂസ് വെച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ബിനാൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഡയറക്റ്റ് ബിനാൻസ് പേ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഇത് വെരിഫൈ ചെയ്യണം. നമ്മളിതിൻ്റെ KYC കംപ്ലീറ്റ് ചെയ്യണം. KYC എന്ന് വെച്ചാൽ ജസ്റ്റ് പേരും നമ്മുടെ ഡീറ്റെയിൽസും അതുപോലെ ഒരു സെൽഫി വീഡിയോയും നമ്മുടെ ഒരു പ്രൂഫും, അതാണ് ഇതിൻ്റെ KYC. KYC 2 മിനിറ്റിൽ കംപ്ലീറ്റ് ആവും. വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് ചെയ്യാൻ USDT, BTC, എതേറിയം, USDC എന്നീ കോയിനുകൾ ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ ബിനാൻസ് പേ വെച്ചിട്ടും നമുക്കിതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ബിനാൻസ് പേ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വിട്ടിട്ട് $7 ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാണ്. $7 ടൈപ്പ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ബിനാൻസ് ഓപ്പൺ ആവും. എന്നിട്ട് ബിനാൻസ് പേയിലെ ഓപ്ഷനിലേക്ക് പോകും. $7 ഡെപ്പോസിറ്റ് ഫീ ആയിട്ട് 1% പോകും. അതായത് ഇപ്പോൾ $7 ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 0.07 സെൻറ്റ്സ് ആണ് അതിൻ്റെ ഫീ ആയിട്ട് പിടിച്ചിരിക്കുന്നത്. ഡിപ്പോസിറ്റ് ബിനാൻസ് പേ വഴി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വാലറ്റിനകത്ത് വരികയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 7.07 ആണ് ഫീ ആയിട്ട് പോയിരിക്കുന്നത്. $7 Re.Pay വാലറ്റിനകത്ത് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഇനി നമുക്ക് കാർഡ് പർച്ചേസ് ചെയ്യണം. കാർഡ് പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ ഓഫറുള്ള 50% ഓഫറിൽ എങ്ങനെ കാർഡ് പർച്ചേസ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. 50% ഓഫ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ $5 എന്നുള്ളിടത്ത് ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ $5 ആണ് കാർഡിൻ്റെ ക്യാഷ്, 50% ഡിസ്കൗണ്ട്. എന്നിട്ട് ബൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് $5 കട്ടാവുകയും കാർഡ് എന്നുള്ളിടത്ത് ഒരു വിർച്വൽ വിസ കാർഡ് ആഡ് ആവുകയും ചെയ്യും. ഈ കാർഡ് ഒരു 2 മിനിറ്റ് എടുക്കും ആക്ടിവേറ്റ് ആവാൻ. ഇപ്പോൾ ഇതിൽ പെൻഡിങ് എന്നായിരിക്കും കാണിക്കുന്നത്. ഒരു 2 മിനിറ്റിന് ശേഷം കാർഡ് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ കാർഡ് സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ കാർഡിൻ്റെ 14 ഡിജിറ്റ് നമ്പറും ബാക്കിൽ CVV നമ്പറും നമ്മുടെ നെയിമും ഡേറ്റ് ഓഫ് എക്സ്പയറി എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റുകളും അതുപോലെ NFC ടാപ്പ് പേയ്മെൻറ്റുകളും എല്ലാം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റുകളും ടാപ്പ് പേയ്മെൻറ്റുകളും മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിന് നമുക്കിനി ATM നിന്ന് ക്യാഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ കാർഡ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ കാർഡ് വെച്ചിട്ട് ATM നിന്ന് ക്യാഷ് എടുക്കുന്ന വീഡിയോ ആണ്. ഇതിപ്പോൾ കുവൈറ്റിൽ നിന്ന് ക്രിപ്റ്റോ വെച്ചിട്ട് ദിനാർ വിഡ്രോ ചെയ്യുന്ന വീഡിയോ. ഈ വിർച്വൽ കാർഡ് നമുക്ക് ബിനാൻസിൻ്റെ ആപ്പ് വഴി ഓർഡർ ചെയ്യാം. അതിന് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് അവിടെ Re.Pay എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതുവഴി നമുക്ക് ഫിസിക്കൽ കാർഡിന് അപ്ലൈ ചെയ്യുകയും അതുപോലെ നമ്മുടെ വിർച്വൽ കാർഡിൽ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ക്രിപ്റ്റോ വാലറ്റ് യൂസ് ചെയ്യുന്നവർ ഇതിനകത്ത് ക്രിപ്റ്റോ സ്പെൻഡ് ചെയ്യേണ്ട ടൈമിൽ മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുക. ഈ വാലറ്റിൽ ഒരിക്കലും ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ക്രിപ്റ്റോ ഇതിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ബിനാൻസ് പേ വഴി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അതിനകത്തോട്ട് ക്രെഡിറ്റ് ആവും.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ക്രിപ്റ്റോ നിയമങ്ങൾ എപ്പോൾ വേണേലും മാറ്റിമറിയപ്പെടാം. അതുകൊണ്ട് ക്രിപ്റ്റോ സ്പെൻഡ് ചെയ്യേണ്ട ടൈമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ വാലറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ആപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലായ iClicks Media സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്, വിഷ്ണു.